നമസ്കാരം. നിയമ നടപടികളെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് പ്രവാസികളെ കുഴിയിൽ ചാടിക്കുന്നത്. വിസ ചട്ടലംഘനം, ബാധ്യതകൾ, പണമിടപാടുകൾ, ക്രിമിനൽ നടപടികൾ എന്നിവയെക്കുറിച്ച് പല പ്രവാസികൾക്കും അറിയില്ല. പ്രത്യേകിച്ച് വിസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ് ഓരോ വർഷവും UAE യാത്ര ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം പുറത്തു വന്ന ഒരു സർവേ അനുസരിച്ച് ഇന്ത്യക്കാരുടെ ഇഷ്ട ലക്ഷ്യസ്ഥാനങ്ങൾ എടുത്താൽ ആദ്യ 5-ൽ UAEക്കും സ്ഥാനമുണ്ട്. UAE സന്ദർശനം നടത്തുന്നവർ രാജ്യത്തെ ടൂറിസ്റ്റ് വിസയുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ അറിഞ്ഞു വെക്കണം. വിസകൾക്കുള്ള ചെലവ്, നടപടിക്രമങ്ങൾ, വിവിധ വിസ വിഭാഗങ്ങൾ തുടങ്ങിയവയാണ് പ്രധാനമായും UAE വരുന്ന സന്ദർശകർ അറിഞ്ഞിരിക്കേണ്ടത്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ആദ്യം എത്ര തരം ടൂറിസ്റ്റ് വിസകൾ UAE ഉണ്ടെന്ന് നോക്കാം. പ്രധാനമായും 4 തരം ടൂറിസ്റ്റ് വിസകളാണ് UAE ഉള്ളത്. വിസയുടെ കാലാവധിയും സാധ്യതയുള്ള എൻട്രികളുടെ എണ്ണവുമെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് വിസകളെ കാറ്റഗറികളായി തിരിച്ചിട്ടുള്ളത്. ഇതിൽ ഒന്നാമത്തേത് ഷോർട്ട് ടേം ടൂറിസ്റ്റ് സിംഗിൾ എൻട്രി വിസയാണ്. 30 ദിവസം വാലിഡിറ്റിയുള്ള ഈ വിസ ഉപയോഗിച്ച് ഒരു തവണ UAE സന്ദർശനം നടത്താനാകും. ഈ വിസയുടെ കാലാവധി നീട്ടാനാകില്ല. ഇതിന് ചെലവ് വരുന്നത് 250 ദിർഹമാണ്. രണ്ടാമത്തേത് ഷോർട്ട് ടേം മൾട്ടിപ്പിൾ എൻട്രി വിസയാണ്. 30 ദിവസം തന്നെയാണ് ഈ വിസയും ഉള്ളത്. പക്ഷേ ഇത് ഉപയോഗിച്ച് ഒന്നിലധികം തവണ രാജ്യത്തേക്ക് വരാനാകും. ഈ വിസയുടെയും കാലാവധി നീട്ടാനാകില്ല എന്നതുകൂടി ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഫീസ് വരുന്നത് 690 ദിർഹമാണ്. അടുത്തത് ലോങ് ടേം സിംഗിൾ എൻട്രി വിസയാണ്. 90 ദിവസം വാലിഡിറ്റിയുള്ള ഈ വിസ ഉപയോഗിച്ച് ഒരു തവണ UAE പ്രവേശിക്കാം. ചെലവ് വരുന്നത് 600 ദിർഹമാണ്. നാലാമത്തെ വിഭാഗം ലോങ് ടേം മൾട്ടിപ്പിൾ എൻട്രി വിസയാണ്. 90 ദിവസം കാലാവധിയുള്ള ഈ വിസ ഉപയോഗിച്ച് ഒന്നിലധികം തവണ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഇതിൻ്റെ ചെലവ് 1740 ദിർഹമാണ്. വിസയ്ക്കായി അപേക്ഷിക്കുന്ന സമയത്ത് കുറഞ്ഞത് 6 മാസമെങ്കിലും കാലാവധി ശേഷിക്കുന്ന പാസ്പോർട്ട്, ആവശ്യമായ പണം എന്നിവ കൈവശമുണ്ടെന്ന് കാണിക്കുന്നതിനായിട്ടുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, സാധ്യതയുള്ള ഹോട്ടൽ ബുക്കിംഗ് തുടങ്ങിയ രേഖകൾ സമർപ്പിക്കേണ്ടി വരും. ഇനി അറിഞ്ഞിരിക്കേണ്ടത് ഇന്ത്യക്കാർക്കായി UAE നൽകുന്ന ഈ വിസ ഓൺ അറൈവൽ എന്നീ സംവിധാനങ്ങളെക്കുറിച്ചാണ്. മുഴുവൻ ഇന്ത്യക്കാർക്കും വിസ ഓൺ അറൈവൽ സംവിധാനത്തിന് അർഹത ഉണ്ടായിരിക്കില്ല. US, യൂറോപ്യൻ യൂണിയൻ, UK, സിംഗപ്പൂർ, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലെ സാധ്യതയുള്ള വിസ, റെസിഡൻസി പെർമിറ്റ് അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് കൈവശമുള്ള ഇന്ത്യൻ പൗരന്മാർക്കാണ് വിസ ഓൺ അറൈവൽ സേവനം ലഭിക്കുക. ഇവരുടെ പാസ്പോർട്ടിനും കുറഞ്ഞത് 6 മാസത്തെ കാലാവധി ഉണ്ടായിരിക്കണം. വിസ ഓൺ അറൈവലിന് യോഗ്യതയുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് 14 ദിവസത്തേക്കുള്ള എൻട്രി വിസ ലഭിക്കാൻ 100 ദിർഹം ഫീസ് നൽകണമെന്നാണ് ഫെഡറൽ അതോറിറ്റി ഫോർ ICP വ്യക്തമാക്കുന്നത്. ഈ വിസയുടെ കാലാവധി 14 ദിവസത്തേക്ക് കൂടി നീട്ടാൻ സാധിക്കും. ഇതിന് 250 ദിർഹം ഫീസായി നൽകേണ്ടി വരും. അതേസമയം 60 ദിവസത്തേക്കുള്ള വിസയ്ക്കും 250 ദിർഹം തന്നെയാണ് ചെലവ് വരുന്നത്. എല്ലാ പ്രവാസികൾക്കും വിസ നിയമങ്ങളെക്കുറിച്ചും പാലിക്കേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ചും കൃത്യമായ ധാരണ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.